കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രം സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നതിൽ വിവാദം. വെള്ളിമാടുകുന്ന് JDT കോളേജിലെ അതീവ സുരക്ഷാ റൂം തുറന്നതിൽ ആരോപണവുമായി UDF രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് നേതാക്കൾ. ക്രമക്കേട് നടത്താനാണല്ലോ ഇത് ക്രമക്കേട് നടത്താൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, പേരാമ്പ്ര ROനെതിരെ കർശന നടപടി അദ്ദേഹം തൽസ്ഥാനത്ത് മാറ്റണം. കാരണം ഗുരുതരമായ വീഴ്ചയുണ്ടായിരിക്കുന്നത്. ഇതെടുക്കും മാതൃകയാവണം. പേരാമ്പ്രയിൽ സംഭവിച്ചത് മറ്റൊരു സംഭവിക്കാതിരിക്കണം. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഡാറ്റ എടുക്കണം. പോയി എന്തിനു പോയി, ആരൊക്കെ പോയി? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജീവനക്കാർ കയറിയിട്ടുണ്ട്. അവരെന്തിന് കയറി, ആർക്ക് വേണ്ടി കയറി, എന്താണ് അവരുടെ ദൗത്യം? ഇത് കൃത്യമായി ഉത്തരം പറയണം. ഇത് നിസ്സാരമായ കാര്യമല്ല. ഒരു കൗണ്ടിങ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ര സുരക്ഷിതമായി നിൽക്കേണ്ടുന്ന ഒരു ഈ പറഞ്ഞ ഈ കെട്ടിടത്തിനുള്ളിൽ ഇത് ദുരൂഹതയുണ്ട്. ഇത് വളരെ കൃത്യമായി ഇതിൻ്റെ ഉത്തരം പറയുന്നത് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. റൂം തുറക്കുന്ന കാര്യം തന്നെ അറിയിച്ചത് വൈകിയാണെന്ന് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ പറഞ്ഞു. ഇവിടെ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തു എന്നുള്ളത് കണ്ടിട്ടാണ് എനിക്കിന്ന് കോഴിക്കോട് യൂത്ത് ലീഗ് ഓഫീസിൽ പോകുന്ന വഴിയിൽ തിരിച്ചിങ്ങോട്ട് വരുന്നത്. വന്ന് നോക്കിയപ്പം റൂം ഓപ്പൺ ആണ്. ഇവിടുന്ന് എന്നെ ഉള്ളോട്ട് കയറാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ ഏജന്റ് എത്തിയപ്പോൾ അവരത് ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്യാനുള്ള പൂർണ്ണ തീരുമാനമായിട്ട് നിൽക്കുകയാണ്. തുറക്കുമ്പോൾ ഏജന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ഓൾറെഡി ഇതൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി തുറന്നാൽ മതി എന്നുള്ള സമയത്താണ് ഓടി വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. പുറത്ത് നിന്ന് ഞാൻ ഉള്ളിലേക്ക് ആസ് എ കാൻഡിഡേറ്റ് എനിക്ക് പോകണം എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് പെർമിഷൻ എന്തുകൊണ്ട് നിങ്ങൾ റദ്ദാക്കുന്നു എന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് എന്നോട് ഓക്കെ പോയിക്കോളൂ. സ്ട്രോങ് റൂം നമ്പർ 5 അകത്ത് അവർ ഒരു അവരുടെ ഫോം 17 വെരിഫിക്കേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അതിൽ മെയിൽ ഫീമെയിൽ വെരിഫിക്കേഷൻ ആണ്. ഒരാൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തുകൊണ്ട് മറ്റൊരാൾ വായിക്കുന്നുണ്ട്. മെയിൽ ഫീമെയിൽ ഓവർസീസ് നമ്പേഴ്സ് ഇവരിങ്ങനെ വായിക്കുന്നുണ്ട്. തുറന്നത് പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറി എന്നാണ് ഡെപ്യൂട്ടി കളക്ടർ നൽകുന്ന വിശദീകരണം. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് മുറി തുറന്നത് എന്നും ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട്. അജി കുഞ്ഞുമോൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അജി, ഇപ്പോൾ ഈ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നുണ്ടോ? എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അജി? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം, തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകിയിട്ടുള്ള എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, ഫാത്തിമ തഹ്ലിയ, ബാലുശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥി സൂരജ്, ഒപ്പം തന്നെ അടക്കമുള്ള ആളുകൾ ഇതിലുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഫൈസൽ ബാബു അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി. അട്ടിമറി സംശയമാണ് ഇവർ പ്രധാനമായും പറയുന്നത്. പക്ഷേ UDFന്റെ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവർ പറയുന്നത് ഫാത്തിമ തഹ്ലിയോടക്കം, അതായത് പേരാമ്പ്രയിലെ സ്ട്രോങ് റൂമിന് സമീപമുള്ള റൂമാണ് ഇന്ന് തുറന്ന് പരിശോധിച്ചത്. അതുകൊണ്ട് ഫാത്തിമ തഹ്ലിയോടും ഒപ്പം തന്നെ ഫാത്തിമ തഹ്ലിയുടെ ഏജന്റിനോട് അടക്കം ഈ വിഷയം രാവിലെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അത് അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. രാവിലെ 11:30യോടെയാണ് സ്ട്രോങ് റൂമിന് സമീപത്തുള്ള റൂം തുറന്നത്. റൂം തുറക്കുന്ന കാര്യം റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചിരുന്നുവെന്ന് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ PRD വഴി നൽകുന്ന പത്രക്കുറിപ്പിൽ പ്രധാനമായും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്ട്രോങ് റൂം അല്ല തുറന്നിരിക്കുന്നത് സ്ട്രോങ് റൂമിന് സമീപത്തെ പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയാണ് തുറന്നത്. അത് കൃത്യമായിട്ട് ഈ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. മെയിൽ മുഖാന്തരവും ഒപ്പം തന്നെ ഫോണിലൂടെയും ഈ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ് വലിയ തലത്തിലുള്ള പ്രതിഷേധം UDF ഉയർത്തുന്നുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കടക്കം ഈ വിഷയത്തിൽ ഇവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഉമേഷ്. അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.